ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ത്രെഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനെ കുറിച്ചാണ്. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കുറെ ആൾക്കാരെങ്കിലും ത്രെഡില് ഒരു അക്കൗണ്ട് എടുത്ത് കാണും. വളരെ സിമ്പിൾ ആയിട്ട് അക്കൗണ്ട് എടുക്കാൻ പറ്റും. അപ്പൊ ഈ ത്രെഡിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്നും ഇത് നിന്ന് പോവോ അതോ മുന്നോട്ട് പോകുന്നൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ടാണ് ഈ ഒരു ചാനലിൽ നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ടെക്നോളജി പരമായ ഇൻഫോർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, ട്വിറ്റർ എന്ന് പറഞ്ഞൊരു വളരെ പോപ്പുലർ ആപ്പ് ഉണ്ട്. പക്ഷേ ഈ എലോൺ മസ്ക് ഈ ഒരു ആപ്പ് ഏറ്റെടുത്ത പിന്നെ ഈ ആപ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഒരു പരിധിയിൽ കൂടുതൽ പോസ്റ്റ് ഒരു ദിവസം കാണണമെങ്കിൽ പൈസ കൊടുക്കണം, വെരിഫിക്കേഷൻ കിട്ടണമെങ്കിൽ പൈസ കൊടുക്കണം, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും പൈസ കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് എലോൺ മസ്ക് മാറ്റി. അണ്ണം പറയുന്നത് നിങ്ങൾ ഒരുപാട് നേരം ഇതിനകത്ത് കുത്തിയിരിക്കേണ്ട, നിങ്ങൾ പുറത്തു പോയി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ള ലാഘവത്തിലാണ് അണ്ണം കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ഒരുപാട് പരസ്യങ്ങളും അതിനകത്ത് വന്ന് നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടിക്കാറുണ്ട്. ഇവരുടെയൊക്കെ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന മാർഗം എന്ന് പറയുന്നത് പരസ്യവുമാണ്. എന്നാൽ നിങ്ങളൊന്നും പുറത്തു പോകണ്ട, നിങ്ങൾ ഫോണിൽ തന്നെ കുത്തിക്കൊള്ളാൻ പറഞ്ഞു തന്നെയാണ് നമ്മുടെ സുക്കണ്ണൻ വന്നിരിക്കുന്നത്. അപ്പൊ പുതിയ ഒരു ആപ്പാണ് സുക്കണ്ണൻ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതിന്റെ പേരാണ് ത്രെഡ് എന്ന്. 24 ഹവറിനുള്ളിൽ തന്നെ 1 കോടിയിലധികം യൂസേഴ്സ് വന്നിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും പറയാം, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞ ആപ്പ് ഇതുപോലെ വന്നിരുന്നു. പക്ഷെ ആദ്യത്തെ ഒരു ഇൻഷ്യൽ സ്റ്റേജിലുള്ള പുള്ളിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ആപ്പ് എങ്ങും എത്താതെ ഡൗൺ ആയി പോയെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ ഒരു ആപ്പിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. ട്വിറ്റർ എന്ന് പറയുന്ന ഒരു മൈക്രോ ബ്ലോഗിംഗ് ആപ്പാണെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. പക്ഷേ ഈ ത്രെഡ് എന്ന് പറയുന്ന ആപ്പ് ഒരു കോൺവെർസേഷൻ ആപ്പാണ്. അതുപോലെ ഇതിനകത്ത് ആഡ്സ് ഒന്നും ഇപ്പോൾ വരുന്നില്ല. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലുള്ള എല്ലാ ഫോളോവേഴ്സിനും നമുക്ക് ഈ ത്രെഡിലോട്ട് കൊണ്ടുവരാൻ പറ്റുന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അതായത് നമ്മൾ ത്രെഡിൽ വന്ന് ഇനി പുതിയൊരു കമ്മ്യൂണിറ്റി ഒന്നും ബിൽഡ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇൻസ്റ്റയിൽ അത്യാവശ്യം ഫോളോവേഴ്സ് കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ത്രെഡിലോട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർ ആദ്യം തന്നെ ത്രെഡിലോട്ട് വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇനിഷ്യൽ സ്റ്റേജിൽ എന്താണെങ്കിലും ആപ്പ് അടിപൊളിയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഹാഷ് ടാഗുകളൊന്നും ഉപയോഗിച്ച് നമുക്ക് പോസ്റ്റിന് ഒരുപാട് ബൂസ്റ്റ് ചെയ്യാനൊന്നും നിലവിൽ പറ്റുന്നില്ല. അതുപോലെ പരസ്യവും വരുന്നില്ല. വളരെ ഈസി ആയ ഒരു ഇന്റർഫേസ് ആണ്. നമുക്ക് ട്വിറ്റർ ഉപയോഗിച്ച ആൾക്കാർക്കാണെങ്കിൽ വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാവുന്ന രീതിക്ക് തന്നെയാണ് ത്രെഡ് എന്ന് പറയുന്ന ഒരു ആപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു ഇൻസ്റ്റാഗ്രാമിന്റെ സൈഡ് ആപ്പ് ആയിട്ട് തന്നെയാണ് ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റയിലുള്ള എല്ലാ ഫോളോവേഴ്സും നമുക്ക് ത്രെഡിലും ലഭിക്കുന്നുണ്ട്. അപ്പൊ എന്റെ ഫസ്റ്റ് ഇംപ്രഷൻ നോക്കുവാണെങ്കിൽ സംഭവം അടിപൊളിയാണ്. ഇതൊക്കെ മാറ്റങ്ങളാണ് പുതിയ അപ്ഡേറ്റിലൂടെ വരാൻ പോകുന്നതെന്ന് അറിയില്ല. എന്നാണെങ്കിലും ക്ലബ് ഹൗസ് പോലെ പെട്ടെന്ന് നിന്ന് പോകുന്നില്ല. ഈ ഒരു ഇനിഷ്യൽ പുള്ളിക്ക് മാത്രമായിരിക്കില്ല, വരുന്ന ആളുകളും ഇത് ഒരുപാട് അപ്ഡേറ്റ് കൊണ്ടുവന്ന് ഒരുപാട് ആളിലേക്ക് എത്താനുള്ള ചാൻസ് കാര്യങ്ങൾ കൂടുതലാണ്. ഇപ്പൊ പറഞ്ഞു കേൾക്കുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ത്രെഡിൽ നമ്മളൊരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റ വെച്ചാൽ കണക്ട് ചെയ്യാൻ സാധിക്കും. വളരെ സിമ്പിൾ ആണ്. ഇൻസ്റ്റയിലും അതൊക്കെ വന്ന് കിടക്കും. പക്ഷേ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡിലീറ്റ് ചെയ്താലാണ് ത്രെഡിലെ അക്കൗണ്ട് പോകുന്നുള്ള ഒരു സ്വരം ഇപ്പൊ കേൾക്കുന്നുണ്ട്. അതുപോലെ ത്രെഡ് ഒരുപാട് ഡേറ്റാസ് ലീക്ക് ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും വരും ദിവസങ്ങളിൽ ഇതിന് കൂടുതൽ അപ്ഡേറ്റ് കാര്യങ്ങൾ വന്നു നമ്മുടെ ചാനലോട് നമ്മൾ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ത്രെഡ് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് തീർച്ചയായിട്ടും താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇനി നാളെ മറ്റൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ ഗൈസ്.